ഫീൽ ഗുഡ് ഫാക്ടർ ഇവിടെ ഉണ്ട്. അതായത് ചിരിക്കുന്ന മുഖ്യമന്ത്രി, എല്ലാവരോടും വളരെ അനർഗളമായി ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ ആ ഒരു എന്താണ് ആ ഒരു ഈസി ഒരു മെത്തേഡ് കാണാം. വളരെ ഒരു റെജിമെൻറ്റഡ് ഒരു സിസ്റ്റത്തിൽ നിന്നും വളരെ ഒരു പിരിമുറുക്കമില്ലാത്തൊരു സമ്പ്രദായത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ വാതിലുകൾ, മെയിൻ ഗേറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. അതിലേക്ക് കടന്നു പോകുന്ന ആരെയും പരിശോധിക്കുക ഒന്നും ചെയ്യാതെ വിടുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ച ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് കൂടി ഓർക്കണം ശ്രീ കാശ്മി. അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. സരിതയ്ക്കുൾപ്പെടെ അവിടെ കയറി ഇറങ്ങി നടക്കാനുള്ള അന്തരീക്ഷമുണ്ടായത് എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള സ്ഥലമായി സെക്രട്ടേറിയറ്റ് മാറിയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യസ് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതായത് ഈ സ്ഥലവും കാലവും ആളും തരമൊക്കെ നോക്കി വേണം ഈ ജനകീയത കൊണ്ടുവരാൻ. എപ്പോഴും നല്ലതാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ വരുന്നു, ചിരിക്കുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഉരുപ്പിടിച്ച വാളുകളുടെ മുൻപിൽ കൂടെ ഈ 86 ഇഞ്ച് നെഞ്ചളവുമായി 2 ചങ്കുമായി നടന്ന് നീങ്ങിയ ഒരു ഭൂതകാലം, അത് ഞങ്ങൾക്ക് പേടിയില്ല. മുൻപത്തെ പിണറായി വിജയനെയും പേടിയില്ല, ഇപ്പോഴത്തെ വിജയനെയും പേടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം നമ്മളെ പരിചയപ്പെടുന്ന ഓരോരുത്തരുടെ ജീവിത സാഹചര്യമാണ് അല്ലേ? അപ്പോൾ ആ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വന്ന സമര വഴി കൊണ്ട മർദ്ദനങ്ങൾ, അതിഭീകരമായ മാരക മർദ്ദനങ്ങൾ, ചോരയിൽ കുതിർന്ന ഷർട്ടുമായി സഭയിലെ പ്രസംഗം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കാർക്കശ്യത്തെ രൂപപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോഴും മാറുന്ന കാലത്തനുസരിച്ച് മാറുക എന്നതുകൂടി പ്രധാനമാണ്. വി ഡി സതീശൻ ആ പ്രയോഗം ഒരുപക്ഷെ സൂത്രവിദ്യ നന്നായി അറിയാവുന്ന ആളുകൂടിയാണെന്ന് തോന്നുന്നു ശ്രീ മോഹൻ വർഗീസ്. ഈ കാർക്കശ്യത്തെ മാർക്കറ്റ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണല്ലോ ഡബിൾ ചങ്കൊക്കെ ഉണ്ടായത്. ഇതിപ്പം ഞങ്ങളുടെ ചങ്കാണ് എന്ന് പറയത്തക്ക രീതിയിൽ ന്യൂജൻ ഭാഷ വഴങ്ങുന്ന ഒരു പുതിയ മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടെ ഒരു കാലത്തിനനുസൃതമായ ഒരു മാറ്റമാണ്, ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നത് ഒരു ബ്രാൻഡിങ് കൂടിയാണ് ശ്രീ കാശ്മി. അതായത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന, റീലുകളിലൂടെ വരുന്ന, അല്ലെങ്കിൽ മറ്റ് നിർമ്മിതികളിലൂടെ വരുന്ന ഒരു ബ്രാൻഡിങ് ആണ്. ഇപ്പോൾ പ്രായമുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു അമ്മാൾ അവരെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രിയെയും കണ്ടു. അത് ഒരു മുഖ്യധാര പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിന്ന ചിത്രവും അത് തന്നെയാണ്. ടി വിയിൽ കൂടി കണ്ടതും കഴിഞ്ഞ ദിവസം കണ്ട പ്രധാന മനസ്സിൽ തട്ടി നിൽക്കുന്ന ചിത്രം അതാണ്. ഇതൊരു തരം നിർമ്മിതിയല്ലേ? ഇത് മാധ്യമ നിർമ്മിതി എന്ന് പറയുന്നത് ശരിയല്ല. ഇങ്ങനെയാണ് ഒരു ബ്രാൻഡ് സൃഷ്ടിക്കപ്പെടുന്നത്. ആ ബ്രാൻഡ് ചിരപ്രതിഷ്ഠ നേടിയാൽ, അതായത് പിണറായി വിജയൻ എന്ന ബ്രാൻഡ് ചിരപ്രതിഷ്ഠ നേടിയത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർക്കശ നിലപാടെടുക്കുന്ന, വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുന്ന 2 ചങ്കുള്ള ഒരു മുഖ്യമന്ത്രി, അതൊരു നിർമ്മിതിയാണ്. സമാനമായൊരു നിർമ്മിതി തന്നെയാണ് വി ഡി സതീശൻ്റെ കാര്യത്തിലും. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ആഹ്ലാദവാനായ, വളരെ നല്ല ലൂസായ ശരീരഭാഷയുള്ള ഒരാൾ എന്ന നിർമ്മിതിയാണ്.